എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്തിയോടുകൂടിയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിലിരിക്കേണ്ടത്. ഭക്തിയിൽ ഒരു രക്തത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. ശരിക്കും ഇത്ത എന്ന പ്രത്യയം സംസ്കൃതത്തിൽ ഒട്ടുന്നത് എന്നതിൻ്റെ അർത്ഥം. നമ്മുടെ രക്തത്തിലൊരു ഇക്തയുണ്ട്, ഭക്തിയിലൊരു ഇക്തയുണ്ട്. ഒട്ടാത്ത ഭക്തിയൊക്കെ അഭ്യാസങ്ങളാണ്. ഭക്തി എന്ന് വെച്ചാൽ പറഞ്ഞാൽ നിങ്ങൾ സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കണം. ദൈവത്തോട് ഒട്ടി നിൽക്കാൻ ഏറ്റവും നല്ലത്, ചേർന്ന് നിൽക്കാൻ ഏറ്റവും നല്ലത് ദൈവസ്നേഹമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയും, നിങ്ങൾ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുവിൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ അൾത്താരത്തിൽ നിന്നെ ഞാൻ ആരാധിക്കാം. ഉടമ്പടി നിങ്ങളെ എല്ലാ മേഖലകളിലും, ഭക്തിയുടെ മേഖലകൾ, വിശ്വാസത്തിൻ്റെ മേഖലകൾ, ദൈവസ്നേഹത്തിൻ്റെ മേഖലകൾ, ഉപവിയുടെ മേഖലകൾ, കൂദാശകളുടെ മേഖലകൾ, സുവിശേഷ കൈമാറ്റത്തിൻ്റെ മേഖലകൾ, ഇങ്ങനെ എല്ലാ ആധ്യാത്മികതയുടെ എല്ലാ മേഖലകളിലും ഉടമ്പടി നിങ്ങളെ ഉണർത്തുകയും വളർത്തുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം, ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു സാക്ഷ്യം, ജോസ്മി ഇടുക്കി എന്നുള്ള സാക്ഷിയാണ്. ജോസ്മിയുടെ സാക്ഷ്യം അവസാനിക്കുന്നത്, ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണം. ഒരു എഡ്യൂക്കേറ്റഡ് ലേഡിയാണ്. ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, അവർ ഉടമ്പടി എടുക്കുമ്പോൾ അവർക്കിതിൻ്റെ റാഷണൽ സൈഡ്, ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബിബ്ലിക്കൽ റാഷണാലിറ്റി ശരിക്കും മനസ്സിലാകും. കാര്യം ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ ഉടമ്പടി നിലനിൽക്കുന്ന എന്തിലാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ലോകം മുഴുവനും അറിയാവുന്നതും എന്നോട് ആദ്യം വെളിപ്പെടുത്തിയ സൂത്രമാണിത്. സൂത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയത്തിൽ സൂത്രമെന്നാണ് ടെക്നിക്ക്. ആധ്യാത്മികമായ എല്ലാ വിഷയങ്ങളെയും ഭാരതീയർ സൂത്രമെന്നാണ് വിളിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഉപായമല്ല, മറിച്ച് സൂത്രമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്ക്, അതിൻ്റെ തന്ത്രവിദ്യ, അതിനാണ് സൂത്രം. അപ്പോൾ ഇതിൻ്റെ ഉടമ്പടിയിൽ ആദ്യം വന്ന തന്ത്രവിദ്യ രക്ഷാകരമായ അനുഭവത്തിൻ്റെ തന്ത്രവിദ്യയാണ്. അതെന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തെ കാണുന്നത്, ജീവിതത്തെ മുഴുവനായിട്ട്, ജീവിത സാഹചര്യങ്ങളെ കാണുന്നത് തന്നെ, നമ്മുടെ ജീവിതം നമ്മൾ എത്ര മെറിറ്റോറിയസ് ആയാലും നമ്മളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം നമ്മുടെ മെറിറ്റാണ്, അല്ലേ? മനുഷ്യൻ്റെ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അവൻ്റെ മെറിറ്റ് എന്ന് വെച്ചാൽ യോഗ്യത, അല്ലേ? വിദ്യാഭ്യാസമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ ജോലി കിട്ടാനുള്ള യോഗ്യത, നമുക്ക് ആത്മവിശ്വാസമുണ്ട്, ഇല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ആത്മവിശ്വാസം തരുന്ന കുറേ സംഭവമുണ്ട്. നമ്മൾ ഈ ആൾക്കാരൊക്കെ ബ്യൂട്ടി പാർലറൊക്കെ പോകണത് എന്തിനാണ്?
കോൺഫിഡൻസിനാണ്. ചെരുപ്പിൻ്റെ പരസ്യം പോലും എന്താണ്? ഈ ചെരുപ്പിട്ടാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുമെന്ന് പറയുന്നവർ അല്ലേ? ഈ കോൺഫിഡൻസ് ഒരു പ്രോബ്ലമാണ്. ആത്മവിശ്വാസത്തിന് സാധാരണ ആൾക്കാർ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ബൈബിൾ ഉപയോഗിക്കുന്നത് യൂസ് ആൻഡ് ഉപയോഗിക്കുക, എറിഞ്ഞു കളയുക എന്നുള്ള സംഭവം, ഡിസ്പോസിബിൾ ആയിട്ടുള്ള സൂത്രങ്ങളാണ് സാധാരണ മനുഷ്യൻ. ഇപ്പോൾ ചെരുപ്പ് നമ്മൾ ഉപയോഗിച്ച കുറച്ച് നടന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം തോന്നുമായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ അത്ര കുറഞ്ഞ പുള്ളിയല്ല ഞാനെന്നുള്ള അതൊരു ആത്മവിശ്വാസം. അപ്പോൾ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഒരു നിലനിൽപ്പാണ് ഈ ആത്മവിശ്വാസം എന്ന് ഭൗതികമായി പറയണത്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ആ ചെരുപ്പിൻ്റെ വള്ളി കുറച്ച് ചെരുപ്പ് ഞാൻ പൊട്ടിപ്പോകും. അപ്പോൾ ആത്മവിശ്വാസവും പൊട്ടിപ്പോകും ഇല്ലേ? ആത്മവിശ്വാസം പൊട്ടി. അപ്പോൾ ബൈബിള് ഇങ്ങനെയുള്ള ടെമ്പറൽ തിങ്സ് ഉപയോഗിക്കത്തില്ല ആത്മവിശ്വാസത്തിന്. എന്നും നിലനിൽക്കുന്ന, ബൈബിൾ എപ്പോഴും പറയുമ്പോൾ നിലനിൽക്കുമോ ഇല്ലേ എന്നേ പറയത്തുള്ളൂ. ഒരു സാധനം ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ ഫേക്കാണോ എന്ന് ബൈബിൾ പറയണത് നിലനിൽക്കുമോ ഇല്ലേ എന്നുള്ള അടിസ്ഥാനത്തിലാണ് പറയണത്. നിലനിൽക്കാത്ത എല്ലാം ബൈബിൾ പറയും ഫോൾസ് ആണെന്ന് പറയും. അതുകൊണ്ട് നിലനിൽക്കാത്തതുമേ നിങ്ങൾ അറ്റാച്ച് ചെയ്യരുതെന്ന് പറയും. ഇപ്പോൾ ഈശോൻ്റെ അടുത്തൊരു അപ്പം കാണിക്കുക പറയും നോ, ഈ അപ്പം ട്രൂ അല്ലെന്ന് ഈശോ ഉടനെ പറയും. വെള്ളം കാണിച്ചാൽ പറയും ഈ വെള്ളം ട്രൂ അല്ല, സത്യമല്ലെന്ന് പറയും. എന്താ കാര്യം? ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും, അതാണ് പ്രശ്നം. ഈ അപ്പം കഴിച്ചാൽ പിന്നെ വിശക്കും. അപ്പോൾ ഈ ബൈബിളിൻ്റെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ ടെമ്പറൽ തിങ്സ് എടുത്തിട്ട് പറയും ഇതിനെ അറ്റാച്ച് ചെയ്യരുതെന്ന് പറയും. അറ്റാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റാച്ച് ജപ്തിയുടെ കാലഘട്ടത്തിലെ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പെട്ടെന്ന് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വസ്തു നമ്മുടെ എതിരാളിയുടെ വസ്തുവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കളയും, പിന്നെ വസ്തു വിൽക്കാൻ പറ്റത്തില്ല. ഇതുപോലെ നിങ്ങൾ ഈ സ്മോൾ തിങ്സുമായിട്ട് ലിറ്റിൽ തിങ്സുമായിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യരുത് എന്ന് പറയും. എന്നിട്ട് പറയും ഞാൻ എന്നിട്ട് അറ്റാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നിങ്ങൾ ഡിറ്റാച്ച് ആകണം, അതിൽ നിന്ന് നിങ്ങൾ അകന്ന് നിൽക്കണം. എന്തായാലും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല. അതാണ് ട്രൂ എന്ന് പറയണത്. ഈശോ എന്ത് പറഞ്ഞാലും ട്രൂ ആൻഡ് ഫാൾസ് ഇങ്ങനെ തിരിച്ച് പറയും. ഈശോ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. ദിസ് ഈസ് നോട്ട് ട്രൂ എന്ന് പറയും, ഇത് ശരിയല്ല എന്ന് പറയും, സത്യമല്ല. ലോകത്തിലുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും ഈശോ സത്യമല്ല എന്ന് പറയും. എന്താ സാധനം? കടന്നു പോകുന്നതെന്നാണ്. അത് കടന്നു പോകുന്നത് കൊണ്ടാണ്. ഇനി കടന്നു പോകാത്ത നിലനിൽക്കുന്നതിനാണ് ഈശോ സത്യമെന്ന് പറയുന്നത്. അപ്പം നിലനിൽക്കുന്ന ഉടമ്പടിയിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാം കടന്നു പോകും. നമ്മുടെ മെറിറ്റില്ലേ, മെറിറ്റിൽ നമ്മുടെ യോഗ്യത, നമ്മളെക്കാൾ കേമന്മാർ വരുമ്പോൾ നമ്മുടെ പ്രൊമോഷൻ അതിനാൽ വഴിയാധാരമാകും. അതാണ് പ്രശ്നം. അപ്പം നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തി, ഞാനിപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ നമ്മുടെ ക്ലിൻ്റൺ അച്ചോടൊക്കെ പണ്ട് പറയുമായിരുന്നു, എത്രയും വേഗം നീ പഠിക്കണം, നിൻ്റെ ജൂനിയേഴ്സ് വരുന്നുണ്ട്, നിന്നെ അടിച്ച് കമത്തി അവർ കടന്നു പോകും, നിനക്ക് പഠിക്കാൻ കഴിവുണ്ട്. അവർക്ക് ഇയാൾ ഇൻ്റലിജൻ്റാണ്, അതായത് ഞാൻ നിനക്ക് പഠിക്കാൻ കഴിവുണ്ട്. ജോമോളോടും പറയും പഠിക്കാൻ കഴിവുണ്ട്, സമയം കളയരുത്, പഠിക്കണമെന്ന് പറയും. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയിരിക്കേണ്ടി വരും. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതൊരു ടൈമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ടൈമുണ്ട്, യുദ്ധത്തിനൊരു ടൈമുണ്ട്, വീട് പണിയാനൊരു സമയമുണ്ട്, ഇതെല്ലാത്തിനും ഒരു ടൈമുണ്ട്. യുദ്ധത്തിന് പോയി അപ്പോൾ അത് അത് ബൈബിളിൻ്റെ നിലപാടുകളാണത്. അത് ഒരു ടൈമാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ദൈവം പറയും ദിസ് ഈസ് ദ ടൈം എന്ന് പറയും. അത് നിങ്ങളുടെ മനസ്സിൽ പറയും. പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ നീ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം ഇതാണെങ്കിൽ, നിനക്ക് പരിശുദ്ധാത്മാവായിട്ട് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ടൈമിൽ ആ ടൈമിൽ തരും നിന്നോടത് ചെയ്യാൻ പറയും. പക്ഷേ അത് അവിടെ മെറിറ്റ് ഇല്ലെങ്കിലും പിന്നെ എന്ത് ചെയ്യും? ഗ്രേസിൽ വർക്കൗട്ട് ചെയ്യും. ഗ്രേസ് ആണ് ബൈബിൾ ലക്ഷ്യം വെക്കുന്ന ഒരു സംഭവം. എൻ്റെ മക്കൾ ഇപ്പോൾ ഈ മിസ്മി അവരുടെ എന്താണ് അവർ ജോസ്മി പറഞ്ഞത് എന്താണ്? ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടിയിൽ നമ്മൾ പറയുന്ന ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളല്ല, അതിൻ്റെ അപ്പുറത്ത് ഉടമ്പടിയിൽ ഡിഗ് ചെയ്യാൻ ഒത്തിരി സാധ്യതകളുള്ള ഒരു സന്നിധാനമാണെന്ന് അവർ എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതാണ് ഉടമ്പടി ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. ഉടമ്പടി ഒരു ജീവിതമാണ്, അല്ലാതെ എപ്പോഴെങ്കിലും വന്ന്
എന്തെങ്കിലും എഴുതിയിട്ടിട്ട് അത് കാര്യം സാധിച്ചുകൊണ്ട് പോകുന്ന ടെമ്പറൽ ആയിട്ടുള്ള നടപടിയല്ല. നിങ്ങളെപ്പോഴും വരുമ്പോൾ ഈ ടെമ്പറലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ച് പോകാൻ വേണ്ടിയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഫോർ ദ ഷോർട്ട് ടൈം കോഴ്സായിട്ട് വരികയാണെങ്കിൽ ഉടമ്പടിയിൽ അത് നടക്കും. പക്ഷെ ദൈവം ഉടമ്പടിയുടെ അതായത് അൾട്ടിമേറ്റ് ഇതിൻ്റെ ഉടമ്പടിയുടെ ആത്യന്തികമായ നിയോഗമെന്ന് പറയണത് പ്രസൻസ് ഓഫ് ഗോഡും അത് എത്തിക്കണം നിത്യതയുമാണ്. പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാത്തലിക് ചർച്ചിൽ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുമ്പോൾ പറയും ഇറ്റ്സ് ആൻ അഡ്വാൻസ് ടു ദി ഇറ്റേണൽ ലൈഫ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നിത്യജീവൻ കിട്ടാൻ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൽ നിനക്ക് ഓഹരിയായിരിക്കുന്നു. പക്ഷേ ഇതിനുള്ള അഡ്വാൻസ് യു ഹാവ് ടു പേ മോർ. 100 രൂപയുടെ വസ്തുവിന് നീ 10 രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി 90 രൂപ നീ അധ്വാനിച്ചുണ്ടാക്കി കൊടുക്കണം നിത്യതയ്ക്ക്. അതാണ് എൻ്റെ വിഷയം. അതാണ് അഡ്വാൻസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഉടമ്പടി വെക്കുമ്പോൾ നിനക്ക് ഒരു അനുഗ്രഹം ദൈവം തന്നെന്ന് വിചാരിച്ചോ, ജോലി കിട്ടി, വീട് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻസ് നിനക്ക് തരികയാണ് ദൈവം. അതല്ല ഉദ്ദേശിക്കുന്നത്. അത് നിത്യതയുടെ അഡ്വാൻസായിട്ട് നമുക്ക് കിട്ടണത് ദൈവാനുഭവത്തിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് തരണം ആദ്യം. അപ്പോൾ നിങ്ങളൊരു സാക്ഷ്യം പറയാൻ വരുമ്പോൾ എൻ്റെ രോഗം മാറി എന്ന് പറയുമ്പോൾ എനിക്ക് നിത്യതയ്ക്ക് അഡ്വാൻസ് കിട്ടിയെന്നാണ് പറയേണ്ടത്. യു ഗോട്ട് ദ പോയിൻറ്റ്. പിടിയ ദാറ്റ് മീൻസ് ദൈവം ഓൺലൈനിലായി, എൻ്റെ ലൈനിലായി. അപ്പോൾ ഇനി എനിക്ക് ദൈവത്തിൻ്റെ കൂടെ പ്രസൻസായി. ഇനി നിങ്ങൾക്ക് ഒരു ഉടമ്പടിയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പാക്കേജ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രസൻസാണ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അത് ആദ്യം മുതലേ ഉള്ളതാണ്. അതൊരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ഉടമ്പടി വർക്ക് ചെയ്യുന്ന വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 8850 വാഗ്ദാനങ്ങളാണ് ഹോൾ ബൈബിളുള്ളത്. ഈ വാക്കിൻ്റെ ഉള്ളിലെല്ലാം ദാനം വച്ചിട്ടുണ്ട്. അതിനകത്ത് അനുദിന ജീവിത ദാനങ്ങളുണ്ട്, നിത്യജീവിത ദാനങ്ങളുണ്ട്. അപ്പോൾ നിത്യജീവിത ദാനങ്ങളെക്കുറിച്ച് നിനക്ക് കാഴ്ചപ്പാടില്ലാതെ അത്യാവശ്യം വേണ്ട ഒരു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നീ ദൈവത്തെ ഈശോ പറയും ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയല്ലേ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഒന്ന് കൊറിന്ത്യസ് 15:19 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയുംക്കാൾ നിർഭാഗ്യരാണ്. ഒന്ന് പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചുള്ളതെങ്കിൽ എല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. അപ്പോൾ ഈ ജീവിത ആവശ്യങ്ങൾ നമ്മൾ അറ്റാച്ച്ഡായിട്ട് ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഈ വിഷയം കൊണ്ട് വന്നാൽ ഇതിനുള്ള ഇറ്റേണൽ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത്, ഇറ്റേണൽ ലൈഫ് നിത്യജീവിതത്തിന് ഇതൊരു അഡ്വാൻസ് ആകുമല്ലോ എന്നുള്ളത് മാത്രമേ ക്രിസ്തുവിൻ്റെ മുമ്പ് ഇതൊരു വാല്യൂ ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചപ്പുചവറ് കാര്യങ്ങൾക്ക് എനിക്ക് നിനക്ക് എന്താണ് അമ്മയോട് ചോദിക്കണില്ല, അമ്മയോട് പോലും ഈശോ ചോദിക്കുന്നുണ്ട്. അതാണ് ഇത് ഈ യോഹന്നാൻ 2:4 ഒക്കെ എടുത്ത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 2:4 യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പം ഈ യോഹന്നാൻ 2:4 സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നുവെച്ചാൽ ഈ ചവറ് കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ അവിടെ കക്ഷിയാക്കുന്നതിനോട് ക്രിസ്തുവിനുള്ള സ്വാഭാവികമായ വിയോജിപ്പിൻ്റെ കാര്യം നിത്യതയ്ക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ്. അനുദിന ജീവിതത്തിന് മാത്രമേ ബന്ധമുള്ളൂ. അതിൻ്റെ കാരണം ഈ 1 കൊരിന്തോസ് 15:19 എന്താണ് എന്ന് പറഞ്ഞ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണ്. അപ്പൊ എപ്പോഴും ഇതിൻ്റെ ഉടമ്പടി ഫയറാകാനുള്ള എളുപ്പം
നിങ്ങൾക്ക് ഈ അഡ്വാൻസ് എല്ലാം തരും ദൈവം. പക്ഷെ ആ സമയത്ത് തന്നെ ദൈവമേ, നിന്നിൽ നിന്ന് ചോദിക്കേണ്ടതും നീ എനിക്കറിഞ്ഞ് തരേണ്ടതും ബേസിക്കായിട്ട് അനുദിന ജീവിതമല്ല. അനുദിന ജീവിതം ഒരു ടൈം കഴിയുമ്പോൾ യൂസ് ആൻഡ് ത്രോ ആകും. നമ്മൾ നേടിയതെല്ലാം ആരുടേതാകും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പറഞ്ഞോളൂ, വായിച്ചോളൂ. ലൂക്കാ 12:20. ലൂക്കാ 12:20. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു. എന്നാൽ ദൈവം പറഞ്ഞേ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു. പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും. അപ്പൊ ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന ഈശോ പറയണത് മനസ്സിലായില്ലേ? എല്ലാ സ്ഥാനം നാളെ അന്യാധീനപ്പെട്ടു പോകും. ഇപ്പം അതായത് അന്യാധീനപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ നിങ്ങളോട് അന്യാധീനപ്പെട്ടൊന്നും പോകത്തില്ല. ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കുമെന്ന് പറയും. എൻ്റെ മകളെ, നിൻ്റെ മകൾ നിന്നെ എപ്പോൾ ഓർക്കും? ഞാൻ ഒരു 1500 പിണവെടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇത്രയും കാലത്തിനുള്ളിൽ 1500 പിണവെടുത്തിട്ടുണ്ട്. ഒരു ആത്മക്കാരുടെ ദിവസം വരുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും. ആത്മക്കാരുടെ ദിവസം എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ ഇടയിൽ ഒരു വലിയ ഏർപ്പാടുണ്ട്. എന്നുവെച്ചാൽ മരിച്ചുപോയ ഒരാൾക്കാരെ ഒരു ദിവസം ഓർക്കും. അപ്പോഴവരുടെ മക്കളും മരുമക്കളും ബന്ധുക്കളും സ്വന്തപ്പെട്ടെല്ലാം വന്ന് അവർ മരിച്ചടക്കിയ കുഴി വൃത്തിയും മെനയുമായിട്ട് വൃത്തിയാക്കും. ഇത് പൂക്കളും തിരികളും ചന്ദനത്തിരിയും ഒക്കെ വെച്ചിട്ട് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭയങ്കരമായ ഒരു ഫീലുള്ള ദിവസമാണത്. പക്ഷെ ഞങ്ങൾ പിറ്റേ ദിവസം കുർബാന വൈകുന്നേരം ഉണ്ടാവും, രാവിലെ ഉണ്ടാവും. ഈ കുർബാനയെല്ലാം കഴിഞ്ഞ് ഇവർക്ക് അനിത പാടുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അനിത പാടി ഞങ്ങൾ ഒരു അറ്റത്ത് ഇടത്ത് തൊട്ട് വലത് വരെ ഇങ്ങനെ റെസ്പോൺസ് അല്ലെങ്കിൽ ഓഫീസൊക്കെ പാടി, അതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഓഫീസ് എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സങ്കീർത്തന പ്രാർത്ഥനയാണ്. ഇത് പാടി ഓരോ കുഴിക്കലും പാടി ചെല്ലുമ്പോൾ ചില കുഴിക്കൽ വരുമ്പോൾ ഗ്യാപ്പാകും. അപ്പോൾ അവിടെ പൂവില്ല, അവിടെ തിരിയില്ല, അവിടെ പുകയില്ല, ഒന്നുമില്ല, പുല്ല് പിടിച്ച് കിടക്കുകയാണ്. കണ്ടു നിന്നവൻ അവസാനം സങ്കടം കൊണ്ട് ആ ചത്തവന് നെഞ്ചത്തെ പുല്ല് പറിക്കണ കാണാം. അപ്പം ഞാൻ കപ്പേറിനോട് ചോദിക്കും. കപ്പേരെന്ന് പറയണത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു സാക്സൺ ഇടവകയിൽ അർത്ഥാൾ ശുശ്രൂഷകനാണ്. അപ്പോൾ കപ്പേരോട് ചോദിക്കും, ആ കുഴിക്കൽ ആരുമില്ലേ? അപ്പോൾ കപ്പേര് മിണ്ടത്തില്ല. കാര്യം പള്ളി സിമിത്തേരല്ലേ, അനിത ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കാര്യം എനിക്ക് വലിയ ദേഷ്യം വരും. ഈ കുഴിയുടെ മക്കളുമുണ്ട്, ഈ അപ്പൻ്റെ മക്കളുമുണ്ട്, മരുമക്കളുമുണ്ട്, എല്ലാവരും നാട്ടിലുണ്ട്. അവർക്കിവിടെ വന്ന് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമില്ല. അതാണ് പ്രശ്നം. ഈ മനുഷ്യന്മാർ വേർപ്പ് കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ കരിക്ക് കഴിച്ച് തേങ്ങ ഇട്ടാണ് ഇവന്മാർ ജീവിക്കണത്. ഇപ്പോഴും അവരുണ്ടാക്കിയ വീട്ടിൽ തന്നെയാണ് കയറി പൊറുക്കണത്. പക്ഷേ അപ്പന് വേണ്ടി 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ അവർക്ക് നേരമില്ല. അപ്പം ആരാണ് അന്യൻ? ആരാണ് ശത്രു? അതാണ് ഈശോ ചോദിക്കുന്നത്. നിങ്ങൾ ഒരുക്കി ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞേ, നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും. അതായത് ആരുടെയുമല്ലെന്നുള്ള അർത്ഥം. നിങ്ങളൊരു ഭയങ്കര സ്ഥലജല വിഭ്രാന്തിപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ വെള്ളമാണെന്ന് നമുക്ക് തോന്നും. സ്ഥലജല വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഒരു മൈതാനത്ത് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം തിളക്കണത് കാണാം. അവിടെ ആവി പറന്ന് പോകണാണ് കണ്ടത്. നമുക്ക് അതൊക്കെ വെള്ളമാണെന്ന് നമുക്ക് തോന്നും. ആ സ്ഥലത്തിന് ജലത്തിൻ്റെ വിഭ്രാന്തി ഉണ്ടാക്കുകയാണ്. നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ പറയും അത് ആവിയാണ്, വെള്ളമല്ലെന്ന് പറയും. ഇപ്പം നമുക്കുണ്ടെന്ന് പറയുന്നത് ആൾക്കാരെല്ലാം ഒരു സ്ഥലജല വിഭ്രാന്തിയുടെ വിഷയങ്ങളാണ്. സത്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം ദൈവത്തോട് തുറന്നു പറയാൻ വി ആർ നോട്ട് റെഡി. സത്യം ദൈവത്തോട് തുറന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനിലേക്ക് വരണം. യോഹന്നാൻ 5:7 ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ചോദിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 5:7
അവൻ പറഞ്ഞു കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. അപ്പൊ ആരുമില്ല എന്നുള്ള സംഭവം, അയാൾ ആരുമില്ലെന്ന് ആണ് പറയണത്. അത് ഈശോയുടെ മനസ്സിനെ ശരിക്കും സ്പർശിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുമുണ്ട്. എന്താ കാര്യം വെച്ചാൽ ആരുമില്ല എന്ന് കണ്ടിട്ടാണ് ഈശോ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. പക്ഷേ അവൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ, ഈശോ അവിടുത്തെ അടുത്ത് വന്നാൽ മാത്രമേ തനിക്ക് ആരുമില്ല എന്നുള്ള സത്യം അവൻ തുറന്ന് ഈശോ അടുത്ത് പറയത്തുള്ളൂ. പക്ഷേ എല്ലാവരുടെടുത്തും അതുപോലെ വരണമെന്ന് നിർബന്ധമില്ല. അതൊരു യുണീക്കായിട്ട് ഒറ്റപ്പെട്ട സംഭവമാണ്. കാര്യം ആരുമില്ല എന്നുള്ളത് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ വി ആർ നോട്ട് റെഡി. അത്രയും നമ്മൾ സുരക്ഷിതരും സ്വാർത്ഥത കൊണ്ട് സുരക്ഷിതരാണ്. മനസ്സിലായില്ലേ? നമ്മളില്ലെങ്കിലും നമ്മുടെ ഇടമെന്തിനാണ് നാട്ടുകാരെ അറിയിക്കണം എന്ന് ചോദിക്കത്തില്ലേ? പണ്ടൊക്കെ 45കളിൽ കേരളത്തിലും ഇന്ത്യ മുഴുവൻ പട്ടിണി ഉണ്ടായിരുന്നു. 45കളിൽ 45, 46, 47 ആ ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ അരി കിട്ടിയില്ല. അരി എല്ലായിടത്തും ബ്ലോക്കായി. അരിയും കൊണ്ട് നടക്കണവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയം ഉണ്ടായി. കറുപ്പിൻ്റെ ബലം ഉണ്ടായിരുന്നു അരിക്കന്ന്. ഇപ്പം എൻ്റെ അപ്പനൊക്കെ വീട്ടിലിരുന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അരിയും കൊണ്ട് അരി ബാൻ ചെയ്തിരിക്കുകയാണ്. അരി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പൂത്തിവെച്ച സാധനമായിരിക്കും പുറത്തെടുത്തതെന്ന് വിചാരിച്ചുകൊണ്ട് അരി പുറത്ത് കണ്ടാൽ പിടിക്കും. കാര്യം അരി ഓരോരുത്തും ഇല്ല. അപ്പോൾ ആരോ പൂത്തി വെച്ചതിന് വില കൂട്ടി വിൽക്കാൻ വേണ്ടി പുറത്തെടുത്തിരിക്കുകയാണെങ്കിൽ പിടിക്കും. അപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ അരിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അരിയില്ലാത്തൊരു കാലത്ത് മനുഷ്യന് ഒരു നേരം ആഹാരമുണ്ട്. അപ്പോൾ ചില അമ്മമാരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചക്ക് 12 മണിയാകുമ്പോൾ ചവറൊക്കെ കൂട്ടിയിട്ടിട്ട് അടപ്പിലിട്ട് കത്തിച്ച് പുക ഉണ്ടാക്കും. എന്താണ്? നാട്ടുകാർ അവിടെ അരിവെപ്പുണ്ടെന്ന് അറിയണം. നിസ്സാര കാര്യമല്ല. നമ്മൾ കടന്നു പോകുന്ന വഴികൾ നിസ്സാരമല്ല. അവിടെ ഞങ്ങളുടെ വീട്ടിൽ അരിവെപ്പുണ്ട്, ഞങ്ങൾ പട്ടിണി കിടക്കണില്ല. ഇതാണ് നമ്മുടെ ഇടമെന്ന് പറയും. അപ്പം നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചവറ് കൂട്ടി കുപ്പ ഇട്ടിട്ട് ഈ നാട്ടുകാരെ പുക കാണിക്കണത്. അപ്പം നമ്മൾ കടന്നു പോകുന്നത്, നിങ്ങൾ പൈസയൊക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പന്മാർ കടന്നു പോകുന്ന വഴികൾ നമ്മൾ ഓർക്കണം. പൈസ ദൂർത്തടിക്കുമ്പോഴേ നമ്മൾ കടന്നു പോകുന്ന വഴികൾ ഓർക്കണം. അന്ന് അവരുടെ ആ മുണ്ടുമുറുക്കി കൊടുത്ത ഒരു കാലത്ത് അവർ കൊന്തയും കണ്ണീരുമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്നതാണ് ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓർത്തേക്കണം. പിന്നെ നമ്മൾ ചിലർ രക്ഷപ്പെടാത്തതിൻ്റെ കാരണം നമ്മൾ ആളാകാൻ വേണ്ടി നാട്ടുകാരിൽ നിന്ന് എല്ലാം നടന്ന് കടം മേടിച്ച് പരസ്യപ്രാന്തന്മാരായി മാറിയത് കൊണ്ടാണ്. ആവശ്യമില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ കടം മേടിക്കും. ഇപ്പോൾ ഒരു ചില വീടുകളെ കുഴപ്പമില്ല. ചില വീടുകളെ കുർബാനയ്ക്കുള്ളപ്പാട് കഴിയുമ്പോൾ അവർ പാപ്പരാകും. കുർബാനയ്ക്കുള്ളപ്പാട് കഴിയുമ്പോൾ പാപ്പരാകും. അത് പണ്ട് മുതലേ ഉള്ള ഒരു പരിപാടിയാണ് കുർബാനയ്ക്കുള്ളപ്പാട് എന്ന് വെച്ച് ആവശ്യമുള്ളവരെ ഇല്ലാത്തവരെ. ഇപ്പോൾ പണ്ട് കുർബാനയ്ക്കുള്ളപ്പാടിന് വേണ്ടി പരിഞ്ഞപ്പൻ തലയോട്ടമ്മ ഓക്കെ ക്ലിയർ. അല്ലെങ്കിൽ അവിടെ ഭാര്യയുടെ ആങ്ങളെയും മക്കളും ഒക്കെ ഒരു 10 പേര് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം എങ്ങനെ വന്നിരിക്കുന്നത്? ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയല്ലേ വിളിക്കണത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാണ്? അത്രയും ആൾക്കാരെ വിളിക്കും. അത്രയും ആൾക്കാരെ വിളിച്ചു വരുമ്പോൾ ഇതെല്ലാം എങ്ങനെയായാലും ഒരു 2-1.5 ലക്ഷം രൂപ കടമാകും. അപ്പോൾ എന്ത് ചെയ്യും? പാവപ്പെട്ടവൻ നടന്ന് കടം മേടിച്ച് പലിശ കയറി മുടിയും. അപ്പം നമ്മുടെ ഇടം നാട്ടുകാരെന്ത് വിചാരിക്കും? നിങ്ങൾ ഉടമ്പടി എടുത്താലും ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളുടെ ദൈവം അർഹിക്കാത്ത വിഷയത്തിൽ നമ്മൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളെ നയിക്കണത് ഈശോ ചോദിക്കുന്നൊരു വാക്കുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത്? അത് ലോകാരൂപി എന്ന് പറയും. ഉടമ്പടി ഈ എൻ്റെ ജീവിതമാണെന്ന് പറയുമ്പോൾ ദൈവാരൂപിയാൽ നമ്മൾ നയിക്കപ്പെടുന്നത് വരെ ലോകാരൂപിയാൽ നമ്മളെ ലോകത്താന്മാരാക്കുന്ന ലോകാരൂപിയിൽ ടേക്ക് ദ വേർഡ് ഓഫ് 9:55 ലൂക്ക ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു.
അപ്പോൾ ഇതിൻ്റെ ടിപ്പണി കിടപ്പുന്നുണ്ട്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്, എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണം നമുക്കറിയാമല്ലോ. അവിടെ നയിച്ചത് എന്ത് അരൂപിയാണ്? സ്വർഗത്തിൽ നഗ്നി ഇറങ്ങി അവരുടെ വഴി തടസ്സം ഉണ്ടാക്കിയ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ജീവിതത്തിലെ ഈ ദൗത്യത്തിൽ വഴി തടസ്സം ഉണ്ടാക്കിയവരെ സ്വർഗത്തിൽ നഗ്നി ഇറങ്ങി നശിപ്പിക്കാനാവുമെന്നാണ് അവർ പറയണത്. അപ്പോൾ അവർ അപ്പോസ്തലന്മാരാണെങ്കിലും അപ്പോസ്തല വേഷക്കാരുണ്ടാവുകയെ. ഈ വേഷം കറക്റ്റ് അപ്പോസ്തലനെ ആക്കാൻ വേണ്ടി കർത്താവ് ഒത്തിരിയേറെ ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക്. ശത്രുവിനൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇവന്മാർ പോയാൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം. ഈശോയ്ക്ക് വഴി സന്ധ്യയായപ്പോൾ ജെറുസലേമിലേക്ക് പോകണ ഈശോനെ സമറിയായി കൂടി പോയിട്ട് സമറിയായിൽ എവിടെയെങ്കിലും താമസിക്കാൻ വേണ്ടി ഈ അപ്പോസ്തലന്മാർക്ക് ഈശോയ്ക്കൊരു വീട് കാണാൻ വേണ്ടി ഇവരെ പറഞ്ഞു വിട്ടതാണ്. സമറിയായിൽ വീടുമില്ല, കണ്ടാൽ ഇവന്മാരുടെ കൈയും കാലും അവർ വെട്ടുമെന്നും ഇവന്മാരെ തനിനിറം പുറത്തെടുക്കുമെന്നും കർത്താവിനറിയാം. അപ്പം ചില ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണത് ദൈവം കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന വിശുദ്ധീകരണ പ്രക്രിയയാണ്. കാര്യം കർത്താവിന് പറയണം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ത് അരൂപിയാണ് നിങ്ങൾ നയിക്കണം നിങ്ങൾക്കറിയാൻ പറ്റാതെ വരും. മനസ്സിലായില്ലേ? ലോകാരൂപി അരൂപി 3 ഉണ്ട്, എപ്പോഴും ഓർത്തേക്കണം. 3 ലോകാരൂപിയുണ്ട്. ഇപ്പോൾ ലോകാരൂപി, അതുപോലെ തന്നെ എന്തുണ്ട്, ദുഷ്ടാരൂപിയുണ്ട്, പിന്നെ ദൈവാരൂപി. ദൈവാരൂപി ഇപ്പോൾ ലോകാരൂപി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും തികയത്തില്ല. 4:13 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യോഹന്നാൻ 4:13. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അതാ പ്രശ്നം. അതായത് ഇത് ആരോടാണ് ഈശോ പറഞ്ഞെന്നറിയാമോ? ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് ഇപ്പോഴും 5 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല. എന്നിട്ട് പറയും ഇനിയും നീ ഭർത്താക്കന്മാരെ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മരണം വരെ ദാഹം ഉണ്ടാകും. അതാണ് ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. ശരീരത്തെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും, ജഡികമായ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് പിന്നെയും ദാഹം ഉണ്ടാകും. അത് ഭർത്താവിൻ്റെ കാര്യം മാത്രമല്ലേ, ജഡികമായ എല്ലാം. ഇപ്പം നമ്മൾ ലോകാരൂപിയിലാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലി വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ എന്താണ് ചിന്തിക്കണത്? ജോലി വേണം എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലൊരു നിയോഗം വെച്ചിരിക്കണം വിചാരിച്ചോ. അപ്പം നോർമലായിട്ട് ജോലി വേണം, അതിനകത്ത് തെറ്റെന്താ? പക്ഷെ ഫോർ വാട്ട്, അതിന് ഉത്തരം പറയേണ്ടി വരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സംഭവം വെക്കുമ്പോൾ ഫോർ വാട്ട് എന്ന് ചോദിക്കും, എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ജെന്യുവൻ ആൻസർ പറയണം. എന്താ ജെന്യുവൻ ആൻസർ എന്ന് പറയണത്? എൻ്റെ പ്രായമായ അപ്പനും അമ്മയും എന്നെ വളർത്തി ഇത്രയും കഷ്ടപ്പെട്ട് അവർ മരിക്കണമെങ്കിലും ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കണം. എൻ്റെ പെങ്ങൾക്ക് കല്യാണം വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു മര്യാദക്കൊരു ഓർഡർ, ഒരു നല്ല ജീവിത പങ്കാളി കിട്ടണമെങ്കിൽ ഒരു വീട് വേണം. ഇതൊക്കെ എല്ലാം ജെന്യുവിനാണ്. പക്ഷേ നിങ്ങൾ വീട് വെക്കണതിൻ്റെ ഉദ്ദേശം, നിങ്ങളുടെ രഹസ്യ അജണ്ട എന്താണെന്ന് നിങ്ങൾ നോക്കണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരെക്കാൾ കേമമായൊരു വീടായിരിക്കണം. എൻ്റെ വീടാണെന്നും പറഞ്ഞ് വേറെ ആൾക്കാരുടെ വീട്ടിൽ പോയി എൻ്റെ ബന്ധുക്കൾ എന്നോട് ഞങ്ങൾ വിചാരിച്ച അതാണ് നിൻ്റെ വീടെന്ന്. നമുക്കത്രയും പാങ്ങും കെട്ടി വെച്ചതൊന്നും ഇല്ലേ, നമ്മൾ പാവപ്പെട്ട അട്ടപ്പടി എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗും ഫിറ്റ് ചെയ്യും. പക്ഷേ ഉള്ളിൽ അപ്പോഴും ഉണ്ടാകും എന്താണ്, അവളൊക്കിട്ടൊരു പണി കൊടുക്കണം, ഞങ്ങളുടെ പൊളിച്ചിയും പൂക്കും, ഏത് പട്ടിക്കും ഒരു ദിവസം വരട്ടെ. അപ്പം അതാണ് മനസ്സിലായത്. അത് രഹസ്യ അജണ്ട എന്ന് പറഞ്ഞാൽ അതാണ്. അത് ലോകാരൂപിയാണ്, പീഡിയാണ്. മറ്റുള്ളവരെ തോപ്പിക്കാൻ വേണ്ടി ആണ് നീ വീട് വെക്കണമെങ്കിലും കാറ് വാങ്ങിക്കണമെങ്കിലും അതിൻ്റെ അകത്ത് ഉള്ളിൽ ദൈവം അവിടെ കക്ഷിയല്ല, മറ്റുള്ളവരെക്കാൾ നീ തന്നെയാണ് അവൻ്റെ കക്ഷി വരണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിൽ ഇതുപോലെയുള്ള കള്ളൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. മനസ്സിലായോ? ഉടമ്പടി നിയോഗങ്ങളിൽ പലതും കള്ളനുള്ളതാണ്. കാര്യം ലക്ഷ്യം വേറെയാണ്. അപ്പം നിങ്ങൾ ജെന്യുവൻ, അത് എപ്പോഴും പ്രശ്നത്തില്ലേ, ഇപ്പം നിങ്ങൾ 6 നിയോഗങ്ങളിട്ട് അതിൽ ഒരെണ്ണം കള്ളനാണെങ്കിൽ എല്ലാം കള്ളനായിട്ടേ കണക്കാകത്തുള്ളൂ. കാര്യം നിങ്ങൾ കള്ളിയായത് കൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ചാടി ഇവിടുന്ന് കാനഡയിൽ പോയിട്ട് അവിടെ ആരെങ്കിലും കണ്ണും കൈയും കാണിച്ച് ഇവിടെ ലൈൻ അടിച്ച് നടക്കണവളെ അവിടെ വരത്തിച്ചിട്ട് വീട്ടുകാരറിയാതെ
പോയി ജീവിക്കണം എന്നുള്ളതാണെങ്കിൽ കള്ളനായി സാധനം അതിൻ്റെ അകത്ത് കള്ളനാണ്. അപ്പോൾ നിങ്ങളുടെ നിയോഗത്തിൽ ബാക്കി നിങ്ങൾ പറയണ എല്ലാം ജെനുവിനാണെങ്കിലും ഈ ഒരു കള്ളത്തരം കിടക്കണ കാരണം ഈ വിഷം എല്ലായിടത്തും കയറി പിടിക്കും. കാര്യം എന്താണ്? നിന്നെ വളർത്തി വലുതാക്കിയ നിൻ്റെ മാതാപിതാക്കന്മാരെയും നിൻ്റെ കുടുംബത്തെ എല്ലാം മറന്നിട്ട് നിൻ്റെ സുഖങ്ങളെ മാത്രം അന്വേഷിച്ചിട്ട് നിൻ്റെ പുകാലസതയ്ക്ക് വേണ്ടി നീ ദൈവത്തിനെ കരുവാക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഈ കള്ളത്തരം ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത്? ഇപ്പോൾ എന്തരൂപിയാണെന്ന് വെച്ചാൽ ലോകാരൂപിയാണെങ്കിൽ പിന്നെയും കള്ളത്തരം കാണിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ പിന്നെ ദൈവത്തിന് നിന്നെക്കൊണ്ട് ഈ ജന്മത്ത് പ്രയോജനം ഉണ്ടാകത്തില്ല. കാര്യം എന്താണ്? നീ ബേസിക് കള്ളനാണ്. അപ്പോൾ കൂടുതൽ കർത്താവ് അങ്ങനെ നിന്നെ ശാസിക്കത്തൊന്നുമില്ല. നീ കള്ളത്തരം കാണിച്ച ഫ്രോഡ് പരിപാടി ദൈവത്തിന് കാണിച്ചാൽ ദൈവം നിന്നെ ഇറങ്ങി വന്ന് ശാസിക്കത്തൊന്നുമില്ല. ജൂദാസിനെപ്പോലും ദൈവം ശാസിച്ചില്ല. മാക്സിമം പറഞ്ഞ ഇതാണ്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ ഉടമ്പടി ഇട്ടിരിക്കുന്ന പല കള്ളികളെയും കുറിച്ച് പറയണ ഇതാണ്, എവളെ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന്. അതാണ് പ്രശ്നം വന്നത്. നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കണം, ഇതെല്ലാം ജെനുവിൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത്. ഇതിനകത്ത് കള്ളത്തരങ്ങൾ വല്ലതും ഉണ്ടാ? മറ്റുള്ളവർ പണി കൊടുക്കാൻ വേണ്ടിയാണോ? അതോ എനിക്ക് ആൾ കളിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇതെല്ലാം ഈ ഭൗതിക നേട്ടങ്ങൾ നേടുന്നത്? അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നിങ്ങൾക്ക് സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യത്തിൻ്റെ അകത്ത് സ്നേഹം മാത്രമേ പാടുള്ളൂ. അത് ടേക്ക് ദ ബെഡഫോർഡ് 1 കൊരിന്തോസ് 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അത് തന്നെ അതിനകത്ത് വരുന്നത് ക്രിസ്തീയമായ സ്നേഹമാണ് കേട്ടോ, അല്ല വല്ല സ്നേഹമല്ല. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നന്മ, അവരുടെ വളർച്ച, അവരുടെ കേടുകൂടാതെ സംരക്ഷിക്കുന്ന അതും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ദൈവത്തിന് വേണ്ടി മനുഷ്യനെ ഏത് സാഹചര്യത്തിലും സന്ധിക്കാൻ പറ്റിയ ഒരു സ്നേഹമായിരിക്കണം നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, എനിക്ക് PSC ടെസ്റ്റാണ്, 42 വയസ്സുണ്ട്, എനിക്കിപ്പോൾ 41 അടുത്ത മാർച്ചിൽ ഞാൻ നിയമിതയായില്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും, ഞാൻ പുറത്താകും എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പുറത്താകും, എൻ്റെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും എന്നൊക്കെ പറയണമെങ്കിൽ ഇത് ആർക്കും കഴിയും. അതിന് കെട്ടിയെടുത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ആകേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നിങ്ങൾ പറയേണ്ട ഇതാണ്, എനിക്ക് ഇത് നീ തന്നാൽ എൻ്റെ ജീവിതത്തിൽ പറ്റുന്ന സഹായമെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും. അത് നീ പറയണം ദൈവത്തോട്. എവിടെയാണ് എൻ്റെ സഹായം ആവശ്യമായി വരണത് അതെല്ലാം ഞാൻ ചെയ്യും. കാര്യം ക്രിസ്ത്യാനിറ്റിയിലുള്ളൊരു പ്രശ്നം, അത് ആളെ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ കഴുകിയേ എടുക്കത്തുള്ളൂ. കഴുകാത്ത ഒരു സാധനത്തിനും എടുക്കത്തില്ല. അതാണ് ആളെ എടുക്കണമെങ്കിൽ ആ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിനെ. ഇപ്പം നീ ഞാൻ ഇഷ്ടപ്പെട്ട മതം മാറാനൊന്നും ഞാൻ പറയത്തില്ല, അതെൻ്റെ സബ്ജക്റ്റും അല്ല. പക്ഷേ നീ ക്രിസ്തുവിന് നിനക്ക് ഓഹരി വേണമെന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം കഴുകിയെടുക്കത്തുള്ളൂ. അതിനാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ നീ വിശുദ്ധീകരിക്കണം, നിലപാടിൽ വിശുദ്ധീകരിക്കണം, നയത്തിൽ വിശുദ്ധീകരിക്കണം, നടപടിക്രമങ്ങൾ വിശുദ്ധീകരിക്കണം, നിൻ്റെ നിലനിൽപ്പിൽ വിശുദ്ധീകരിക്കണം. എല്ലാ മേഖലകളിലും ക്രിസ്തുവായിരിക്കണം, ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും എല്ലാം നിന്നെ ലക്ഷ്യം വെച്ചാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണമെന്ന് ജോസ്മി പറയുമ്പോൾ, ഉടമ്പടി ജീവിതം ഒരു വളർച്ചയുടെ ജീവിതമാണ്. വളർച്ചയുടെ ജീവിതം വെച്ച് കഴിഞ്ഞാൽ തീരാത്ത വളർച്ചയാണ്. ഇതിൻ്റെ ഒന്നാം ഘട്ടം ഇപ്പം തന്നെ ഇന്നലെ ഒരു രതി എന്നും പറഞ്ഞൊരു മോഡ് സാക്ഷ്യം പറഞ്ഞു. അവൾ എത്രാമത്തെ സാക്ഷ്യമാണ് ഈ പറയണമെന്നറിയാവോ? 7ാമത്തെ സാക്ഷ്യമാണ് ഈ പറയണത്. ആമയും മുയലും തമ്മിലുള്ള ഓട്ടം പോലെയാണ്. മുയൽ ഉറങ്ങുന്നുണ്ട്,
ആമ ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവം. വിശ്വാസത്തിൽ ഇവിടെ ആമയല്ലായിരുന്നോ? വിശ്വാസം നേരത്തെ സ്വീകരിച്ച പാരമ്പര്യ ക്രിസ്ത്യാനിയല്ലേ മുയലവിടെ. പക്ഷേ മുയൽ ഉറങ്ങിപ്പോകുന്ന ആമ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താ കാര്യം? രതിയുടെ ഉടമ്പടി 10ാമത്തെ ഉടമ്പടിയാണ്. 10ാമത്തെ ഉടമ്പടിക്ക് 7ാമത്തെ സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ എന്താ സംഭവം? അപ്പോൾ ഉടമ്പടി ഒരു വലിയ സാധ്യതകളുടെ ദൈവാനുഭവങ്ങളുടെ ഒരു കലവറയാണത്. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും 90 തികച്ചാൽ മതി എന്നാണ് പറയണത്, അല്ലേ? എങ്ങനെയെങ്കിലും 90 തികച്ചാൽ മതി. 90 ദിവസം എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കും 90 ദിവസം. അപ്പോൾ ദൈവത്തിന് അറിയാൻ പാടില്ല ഇത് 90 തികക്കാൻ വേണ്ടിയുള്ള 90 തികച്ചിട്ട് കാര്യം കാണാൻ വേണ്ടിയുള്ള അഭ്യാസമാണെന്ന്. അത് പാലും വെള്ളം ഒഴിക്കാത്ത തുളസിത്തറ പോലെ കരിഞ്ഞു പോയി സാധനം. നമ്മളെല്ലാ ദിവസവും തുളസിത്തറയെ സന്ധ്യ കൊണ്ടുവന്ന് നിങ്ങൾ കുളിയും ദേവാലയം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ മുഖത്ത് പാലോ അല്ലെങ്കിൽ വെള്ളമോ തളിക്കത്തില്ലേ? തളിക്കുമ്പോൾ തളിക്കാതെ ചില വീട് വിട്ടു പോയ ആൾക്കാരുണ്ട്. ഫ്ലാറ്റെടുത്ത് അവിടെ പോയി എറണാകുളത്ത് പോയി താമസിക്കണവർ. അവർ പൊറുതിയും കഴിഞ്ഞ് വരുമ്പോൾ തുളസിത്തറ കാണാനില്ല. അത് ഒരു കരിഞ്ഞ് നിൽക്കണ കാണാം. ആൾപ്പാർപ്പില്ലാത്ത തുളസിത്തറ കരിഞ്ഞു പോകും. അതുപോലെയുള്ള അനുഭവമാണ് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും. എന്ന് വെച്ചാൽ നമ്മൾ 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള ടൈം ബൗണ്ടായിട്ടുള്ള സംഭവം ഇടുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് 90 ദിവസത്തേക്കുള്ള ജോലി കിട്ടാനുള്ള ഒരു തൽക്കാലത്തുള്ള ഒരു ഏർപ്പാടാണെന്നറിയാം. അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാര്യം 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ മഷീട്ട് ഉടക്കിയാൽ പോലും ദൈവത്തിന് മുമ്പ് നിന്നെ കാണത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. ഇത് നിസ്സാരമല്ല. ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഒന്നാമത് സ്കാനിങ് യന്ത്രമൊക്കെ ഇന്നാളല്ലേ കണ്ടുപിടിച്ചത്. ദൈവം എത്രയോ മുമ്പേ കണ്ടുപിടിച്ചതാണ്. അദ്ധായികൾ ചോദിച്ചു, റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പം നമ്മളെ കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. അപ്പം നീ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്താത്തുമ്പോൾ തന്നെ ഓർക്കുക, നിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് പുറത്തായി. എന്താണ്? തൽക്കാലത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് കഴിഞ്ഞാൽ നിന്നെ ദൈവത്തെ ഇത് ഞൊട്ടിച്ചുണ്ട് 4 കാലം വീണ് ഓടുമെന്നറിയാം. അപ്പം ആദ്യമേ അതിന് ജാമ്യം എടുക്കണം. ഉടമ്പടി വർക്കൗട്ട് ചെയ്യാം. കർത്താവേ, ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം. പറഞ്ഞേ, കർത്താവേ, ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം. ഉടമ്പടിയുടെ കാര്യങ്ങള് ദൈവസ്നേഹത്തിന്റെ സുവിശേഷ സാക്ഷ്യ ജീവിതമാണ്. അതിന്റെ അന്ത്യം കാണാൻ എനിക്ക് അർഹത നൽകണമേ. എന്റെ ഉടമ്പടി ജീവിതത്തിൽ നീ വളർത്തണമേ. ഉടമ്പടി ജീവിതത്തിലെ നീ വളർത്തണമേ. കൃപാസനത്തിൻ്റെ അമ്മേ അപ്പോൾ ഇവർക്കിപ്പോൾ ബോധ്യങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അതായത് ഉടമ്പടിയിൽ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എഴുതി ഇട്ടതിലല്ല രതി വളർന്നത് ഏത് സാഹചര്യത്തെയും വിശ്വാസം കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രതി വളരും. ഇന്നലെ തന്നെ 6 സാക്ഷ്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവളുടെ സാക്ഷ്യമൊന്ന്, അവളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യമുണ്ട്. കുഞ്ഞും അമ്മയും പ്രഗ്നൻ്റ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ 5-6 മാസം മുമ്പ് വന്നായിരുന്നു കക്ഷി. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പന് ക്യാൻസറായിരുന്നു, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, കുഞ്ഞിന് എന്തോ ഈ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇത്രയും പ്രോബ്ലംസിലൂടെയാണ് ഈ 5-ാം ഉടമ്പടിക്കാരത്തി പോണത്. 5-ാം ഉടമ്പടിയാണ്. സാക്ഷികളെല്ലാം പറഞ്ഞ് 5 പ്രാവശ്യം പറഞ്ഞിട്ട് 6-ാമത്തെ ഉടമ്പടിയിലൂടെ കുതിക്കുമ്പോഴാണ് അപ്പന് 4th സ്റ്റേജ് ക്യാൻസർ വരണത്. പിന്നെ അവൾക്ക് തന്നെ കൊച്ചിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞോ നീയോ ആരെങ്കിലും ഒരാൾ ഉണ്ടാകത്തില്ലെന്ന് പറയും. ഉടനെ ഈ ഉടമ്പടി കാശിന് തിരുമിക്കൊണ്ട് പറയും 2 പേരും ഉണ്ടാകും ഡോക്ടർ എന്ന് പറയും. ഒരു മരുന്നും ആവശ്യമില്ലെന്ന് പറയും. ഞാൻ വിശ്വസിക്കുന്ന കൃപാസനം മാതാവിലാണ്. അതാണ് വളരണത്. ജീവിതം കൊണ്ട് വിശ്വാസം കൊണ്ട് വളരുകയാണ്. ഒരു സംഭവം നമ്മളൊക്കെ പെടസയിൽ താഴെ വീഴോടെ ഡോക്ടർ പറയുമ്പോൾ, ഡോക്ടറല്ലേ പറയണത്. എന്നിട്ട് ഈ കാശിനും തിരുമ്മിട്ട് പറയും, ഇത് കണ്ട 2 പേരും ഉണ്ടാകും ഡോക്ടർ എന്ന് പറയും.
അതോടുകൂടി ഇവളുടെ കുഞ്ഞിൻ്റെയും പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പനെ ആർസിച്ച് കൊണ്ടുപോയിട്ട് ആ റിപ്പോർട്ട് വന്നപ്പോൾ അപ്പന് ഒരു കുഴപ്പമില്ല. ഒരു വ്യക്തി എങ്ങനെയാണ് പ്രശ്നങ്ങൾ അതിജീവിക്കണത്? ദൈവം, ജീവിക്കണ ദൈവം ആരുടെയും കുത്തകയല്ല. ജീവിതം നമുക്ക് യേശുക്രിസ്തു സുവിശേഷവും ആരുടെയും കസ്റ്റഡിയിലുമല്ല. സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. 2 തിമോത്തി 2:9. 2 തിമോത്തി 2:9. ആ സുവിശേഷത്തിന് വേണ്ടിയാണ്, പറഞ്ഞ ആ സുവിശേഷത്തിന് വേണ്ടിയാണ്, ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ദൈവവചനം ആരുടെയും കസ്റ്റഡിയിലല്ല. ശരിക്കും പറഞ്ഞ അതിൻ്റെ വ്യാഖ്യാനം സ്വാഭാവികമായിട്ട് സഭയുടെ കസ്റ്റഡിയിലാണ്. പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ആരിലും പ്രവർത്തിക്കും. ആരാണ് ദൈവവചനത്തെ വിശ്വസിക്കുന്നത് അവർക്ക് കർത്താവ് സമ്മതിപ്പിനാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നമ്മളെ വളർത്താൻ ഉടമ്പടിയിൽ എല്ലാ ദിവസവും വചനം വായിക്കാൻ പറയും. എന്താ കാര്യം? നീ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നിൻ്റെ വചനം വായിക്കാനുള്ള ആദ്യത്തെ പ്രാർത്ഥന. ഞങ്ങൾ വചനമൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെയും ആദരത്തെയും സംശുദ്ധമാക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വചനം പങ്കുവെക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ഇത് മനസ്സിലാകണില്ലെന്നാണ് പറയുന്നത്. ഫിലിപ്പോസിൻ്റെ രഥത്തിനോട് ചേർന്ന് നടക്കാൻ പറയുമ്പോൾ സിറിയക്കാരൻ ഷണ്ടം പറയണത് ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെ മനസ്സിലാകും? അപ്പം ദൈവത്തിൻ്റെ വചനം നീ തുറക്കുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി, കർത്താവേ മനസ്സിലാക്കി തരണമേ എന്ന്. അപ്പോൾ നിന്നോട് നിൻ്റെ ഭാഷയിൽ ദൈവം നിൻ്റെ അനുഭവത്തിലൂടെ സംസാരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഈ രതി ഈ കൃപാസനം പത്രം കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഒരു സാക്ഷ്യമുണ്ട് അവളുടെ. കൃപാസനം പത്രം ഇവൾക്ക് ഭയങ്കര പ്രാണനാണ്. മാതാവിൻ്റെ തനത് സാന്നിധ്യമാണെന്നുള്ള ആന്തരിക ബോധ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാരണം മഴയത്താണെങ്കിലും ആ ഓച്ചിറയിൽ നിന്ന് കൊല്ലം വരെ പോയി ഇവിടെ ഈ പത്രം കൊടുക്കും. താലൂക്ക് ആശുപത്രി കൊടുക്കും, ജനറൽ ആശുപത്രി കൊടുക്കും. അപ്പോൾ പലയിടത്തും കവലകളിലൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിനക്ക് പ്രാന്താണോ കൊച്ചേ, ഇതും കൊണ്ട് വല്ലവരും ഇങ്ങനെ നടക്കുക എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ ഇവള് മോങ്ങിക്കൊണ്ട് ചേട്ടൻ മേടിച്ചിട്ട് പേടിക്കണ്ട, അടുത്ത കൊടുക്കുകയില്ല. ആ ചേട്ടനെ ഉടനെ ഇവള് ട്രാജറ്റ് ചെയ്യും. എൻ്റെ ചേട്ടനെ പറയും, ചേട്ടാ ഇപ്പം ചേട്ടന് പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ഇത് കണ്ട 100 സാക്ഷ്യങ്ങളാണ്. നിങ്ങൾക്ക് വിശ്വാസ ജീവിതം വേണമെങ്കിൽ ഈ പത്രം വായിച്ച് ഇത് അനുഭവം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എന്നോടൊന്നും ചോദിക്കത്തില്ല. ഞാൻ എൻ്റെ അനുഭവസ്ഥയാണെന്ന് പറഞ്ഞ് വീണ്ടും ഈ സാധനം അടിച്ചേൽപ്പിക്കും. ചില ആൾക്കാർ ചെയ്യണത് മേടിച്ചില്ലെങ്കിൽ മേടിക്കാൻ അടുത്ത ആളുകൾ കൊടുത്തു പോരുകയല്ലേ. ഇതങ്ങനെയല്ല. ഇത് ഇവൾ കുറച്ചുകൂടി അവിടെ മുന്നോട്ട് പോവുകയാണ്. എന്നുവെച്ചാൽ ഇത് അയാളുടെ കൊടുക്കേണ്ടതാണ്. അയാളിത് വാങ്ങിക്കാത്തതിൻ്റെ കാരണം അയാൾക്ക് അനുഭവങ്ങളില്ലാത്ത കൊണ്ടാണ്. അപ്പോൾ അവളുടെ സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടും ഈ സാധനം കൊടുക്കും. അതെന്ന് വെച്ചാൽ സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി വല്ലാത്ത തീഷ്ണതയാണ്. തീഷ്ണതയപ്പോൾ എന്താ പറയണമെന്നറിയാവോ? അത് നിങ്ങൾ മനസ്സിലാക്കണം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ആളിൻ്റെ നിക്ഷേപം പിടികിട്ടത്തില്ലേ? നമുക്ക് നല്ല നിക്ഷേപം ഉണ്ടെങ്കിൽ ബാങ്കുകാർ നമ്മൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചായ പരത്തി തരുമല്ല. നമ്മൾ ലോണിന് ചെന്നാൽ അവർ
മാനേജറിന് അവിടുന്ന് ബാത്റൂമിൽ പോയിരുന്ന് അകത്ത് കിടുമ്പിട്ടുകൊണ്ട് അവിടെ ഇരിക്കും. ആ വ്യത്യാസം അതാണ്, റിലേഷൻ്റെ വ്യത്യാസമാണ്. നമുക്ക് നല്ല നിക്ഷേപം ബാങ്കിലുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മാനേജർ കസേര വരച്ചിട്ട് തരും, ചായ വരുത്തി തരും. നമുക്ക് നിക്ഷേപം ഇല്ലെങ്കിൽ അയാൾ ആ കസേരന്ന് അപ്പം തന്നെ ഓടി പാത്ത് കളയും. എന്താ, നമ്മൾ ലോൺ എടുക്കാൻ വരികയാണെന്ന് അറിയാൻ പറ്റും. ഇതാണ് സംഭവം. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുസ്ഥേനി നമുക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ നമ്മൾ പറയണ എല്ലാം നടക്കും. നിങ്ങളെപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത്ര അങ്കലം ഇപ്പോൾ കിട്ടത്തില്ലേ, ജയിക്കുക ഇല്ലേ, ജോലി കിട്ടുക ഇല്ലേ, വിസയ്ക്ക് സായിപ്പ് പറഞ്ഞ എനിക്ക് മനസ്സിലാകുക ഇല്ലേ, ഞാൻ പറഞ്ഞ അയാൾക്ക് മനസ്സിലാകുക ഇല്ലേ, ആ അത് വിസ ഡേറ്റ് കിട്ടിയിട്ടില്ല, ഇപ്പം തന്നെ ഓർത്ത് വേർക്കുകയാണ്. എന്ത് കാര്യത്തിന്? നിനക്ക് ഇവിടെ വേണ്ടത് നിക്ഷേപമാണ് വേണ്ടത്. ദൈവത്തിരിച്ച് നിക്ഷേപം ഉണ്ടെങ്കിൽ നിനക്ക് കോൺഫിഡൻസ് ആയി. നമ്മുടെ കോൺഫിഡൻസിലാണ് നമ്മൾ ധ്യാനം തുടങ്ങിയല്ലേ, ആത്മവിശ്വാസം. ആധ്യാത്മികമായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നിക്ഷേപത്തിലാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവള് തന്നെ ഈ രതി തന്നെ ഈ പത്രം കൊടുക്കുന്ന ഇടയ്ക്ക് ഒരു ക്യാൻസർ, പത്തനംതിട്ടയിലുള്ള ഒരു ക്യാൻസർ 4th സ്റ്റേജ് വല്യപ്പനെ കണ്ട്. അപ്പോൾ വല്യപ്പനോട് പറഞ്ഞു, വല്യപ്പ ഉടമ്പടി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതാ വിഷയം. രതിയാണ് പറഞ്ഞത്, ഉടമ്പടി എടുത്താൽ മതി, ഇതെല്ലാം മാറും, ഇതൊന്നും കാര്യമില്ലെന്ന് പറയും. അപ്പോൾ ഉടനെ വല്യപ്പൻ്റെ വൈഫ് അവിടെ ഇപ്പോൾ ഉണ്ട്. വല്യപ്പനെ കേൾപ്പിക്കാതെ രതിയോട് പറയുവേ, 30 സമയമൊക്കെ കഴിഞ്ഞിരിക്കണമെന്ന് പറയും. അതെന്താ സംഭവം? അതെന്താ വെച്ച് കഴിഞ്ഞാൽ 30 സമയം കഴിഞ്ഞിരിക്കണമെന്ന് അവർ പറഞ്ഞെന്ന്. ആര്? ആശുപത്രിക്കാർ പറഞ്ഞെന്ന്. വല്യമ്മ ആ ദൈവവചനമായിട്ട് അത് വിശ്വസിച്ച് നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ സമയത്തെ അറസ്റ്റ് ചെയ്യണേ, വിശ്വാസം കൊണ്ട് ചെയ്യണത്. അപ്പോഴേ പോകാൻ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ ഒഴിവാക്കണമല്ല, ഇവൾ മാറുന്നില്ലല്ല, ഇവളെ ഒഴിവാക്കാൻ വേണ്ടി വല്യമ്മ ഉടായ്പ പറഞ്ഞ്, പോകാൻ കൊച്ചേ വരാവേ, ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴ വരണപ്പേ, എന്നാലും വരാം എന്നൊക്കെ പറഞ്ഞ് എന്ന് പോയി. പിറ്റേ ആഴ്ച പിന്നെ ഇവിടെ കണ്ണി വന്ന് പെട്ടു വല്യമ്മനും കൂടി. അപ്പോൾ നിങ്ങൾ പോയില്ലേ? ഞാൻ പോയില്ലേ കൊച്ചാ, പോകണം എന്നൊക്കെ പറഞ്ഞു. അവസാനം 3ാമത്തെ ഘട്ടത്തിൽ വല്യപ്പനെ അടിച്ചിട്ട് അവൾ പൊക്കി 5 ഇവിടെ കൊണ്ടുവന്നു. അപ്പോഴേ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുത്തിട്ട് ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണത്, ഇതെല്ലാം വിധങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ നിക്ഷേപം തന്നെ വഴി പറയണേ. എന്നിട്ട് മാറി നിന്നും പറയും, മാതാവേ ഈ വല്യപ്പൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം. കാര്യം എനിക്ക് ഈശോയുടെ നാമത്തെ മറ്റുള്ള മുമ്പിൽ മഹത്വപ്പെടുത്തണം. അതാണ് ആ ദൈവത്തോടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര രസമാണ്. ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ അറ്റവും അർദ്ധത്തിലേക്ക് നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിവിടെയും കൊണ്ട് അവസാനിക്കും തോന്നില്ലേ ഉടമ്പടി? എന്നിട്ട് ഈ വല്യപ്പന് അവസാനം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ട് എങ്ങനെയാണ് ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, എങ്ങനെ തിരികെ എത്തിക്കേണ്ടത്, എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ ഈ റിസ്ക് ആരാ ഏറ്റെടുത്ത്? രതിയുടെ ജാമ്യത്തിലാണ് ഈ 4th ക്യാൻസർ ഇരിക്കണത്. എന്നിട്ട് രതിയാണ്, ഞാനിങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉദ്ദേശം അമ്മയെ പല മനുഷ്യരെ അറിയണം ഇതിലൂടെ, അതാണ് സത്യം. അപ്പോൾ എൻ്റെ ഉദ്ദേശം, അപ്പോൾ ഉദ്ദേശശുദ്ധി കറക്റ്റാണ്, നിക്ഷേപം കൂടുന്ന പരിപാടിയാണത്. അപ്പോൾ അമ്മ ഈ വിഷയം ഈ ഫയലെടുത്ത് ഒപ്പിട്ട് കളയും. ഉടനെ എന്തെല്ലാം പറഞ്ഞാലും, സമയം പോയെന്ന് പറഞ്ഞാലും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാലും മറിയം അങ്ങോട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ, അങ്ങനെ പച്ചമഷി അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ വേറെ ഓവർ റൈറ്റിംഗ് ഒന്നും വരത്തില്ല. കർത്താവിന് അതിൻ്റെ പുറത്ത് കയറി ഒപ്പിടുകയില്ല, റിമാർക്ക് എഴുതത്തില്ല. അത് മറിയം. എന്താ കാര്യം വെച്ചാൽ അവർ അനാദികാലം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അവർക്ക് വചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കിട്ടും. അതിനുള്ള പ്രത്യേക അഭിഷേകം അവർക്കുണ്ട്. ഒരു വചനത്തിൻ്റെ മാതാവാണ് ശരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ വല്യപ്പൻ ആശുപത്രി RCC പോയിട്ട് പിറ്റേ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ക്യാൻസറും ഇല്ല ആളിന്. ആരാണ് ഇവർക്ക് സൗഖ്യം കൊടുത്തത്? രതി എന്ന് പറയുന്ന ആളാണ്. ഇത് ഈ വല്യപ്പനാരാണ്? ഒരു പച്ച ക്രിസ്ത്യാനി പോരെ. അതാ സംഭവം. ദൈവം ഈ വിഷയം നേരിട്ട് ചെയ്യണം.
ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്ന ഒരു വലിയ ഉടമ്പടിക്കാരം. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായിത്തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായിത്തീർന്നിടും. അപ്പോൾ ഇനി നമുക്ക് ഇനി സ്മൃതിയുടെ എടുക്കാം. സ്മൃതിയുടെ കേസ് സാക്ഷി എടുക്കാം. സ്മൃതിയുടെ വിഷയം എന്താ? നിങ്ങൾക്ക് അവർക്കാണ്, അവർ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് നേഴ്സാണെന്ന് തോന്നുന്നത്. അവരുടെ വൊക്കാബുലറി എല്ലാം മെഡിക്കൽ ടേംസ് അവർ പറയണത് പകുതി മുക്കാലും. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊരു 5-10 കൊല്ലം വിദേശ രാജ്യത്ത് ജോലി ചെയ്തിട്ട് ഇപ്പം നാട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 3ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ പ്രശ്നമായി. സ്മൃതിയുടെ കുഞ്ഞിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞ് പാല് കുടിക്കണില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളാണെങ്കിൽ പാല് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള കാരണം ജനിച്ച നമ്മൾ അമ്മമാരുടെ അമ്മിഞ്ഞപ്പാല് അവരെടുത്ത് കുടിക്കുവാനുള്ള കുഞ്ഞുങ്ങളാണ്. ശരിക്കും അവരുടെ നമ്മൾ ഉറങ്ങിക്കിടന്നാലും അവർ കുടിക്കും. അതാണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റിങ്ക്റ്റ്, അതാണ്. പക്ഷേ കുഞ്ഞിന് വായിക്കൊണ്ട് വെച്ച് കൊടുത്തിട്ടും കുഞ്ഞ് പാല് കുടിക്കണില്ല. പാല് കുടിക്കാമെന്നപ്പോൾ അത് ഭയങ്കര, പക്ഷേ എന്താണെന്ന് മനസ്സാകണില്ല. എന്തുകൊണ്ട് കുഞ്ഞ് പാല് കുടിക്കണില്ലെന്ന് മനസ്സാകണില്ല. കൊച്ച് വളരുന്നുണ്ട്, പക്ഷെ തൂക്കക്കുറവാണ്, ഭയങ്കര തൂക്കക്കുറവാണ്. അപ്പോഴേ തൂക്കക്കുറവാണെന്ന് വെച്ചാൽ അങ്ങനെ വന്ന് പിന്നെ വളർച്ച മുരടിച്ച് ചിലപ്പോൾ മരിച്ചും പോവുകയും. അപ്പോൾ എന്താണെന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് പാല് കുടിക്കാത്തത്. അപ്പോൾ CMB എന്ന് പറഞ്ഞൊരു അസുഖമാണ്, പ്രോട്ടീൻ അലർജിയാണ് കൊച്ചിന്. പ്രോട്ടീൻ സക്ക് ചെയ്യത്തില്ല. ഈ പാലിൻ്റെ അകത്ത് പ്രോട്ടീനുള്ള കാരണം അത് അലർജിയാണ്, കൊച്ച് റിജക്റ്റ് ചെയ്യും. പക്ഷെ അത് കണ്ടുപിടിച്ചപ്പോൾ ഡോക്ടർ അതിന് പകരം എന്ത് ചെയ്യാനാണ്? പാല് സാധാരണ കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് പാല് കുടിക്കത്തില്ലേ, പക്ഷെ കുഞ്ഞ് വരണമില്ല, കൊടുത്തിട്ടും കുടിക്കണില്ല. അപ്പോൾ വേറെ ഫോർമുല മിൽക്ക് കൊടുത്ത്, ഫോർമുല ഈ പാലിൻ്റെ അകത്തുള്ള കണ്ടൻസൊക്കെ വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ ആയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഫീഡിങ് നടത്തി. അത് കൊച്ച് തട്ടി കളയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര ധർമ്മസങ്കടത്തിൽ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞ് ഭക്ഷണം കഴിക്കണില്ല, കുഞ്ഞ് നേർത്ത് നിരണ്ട് വരണേ, ഭയങ്കര സങ്കടമാണ്. ഇതിന് ട്രീറ്റ്മെൻറ്റും ഇല്ല ശരിക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പൊടി വാങ്ങിച്ച് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ എന്നാ പൊടി? ആ പൊടിയുടെ പേരൊക്കെ എവിടെ അറ്റാമിൻ പെറ്റി എന്നും പറഞ്ഞൊരു പൊടി, 400 ഗ്രാം, ഒരു ടീസ്പൂൺ 400 ഗ്രാം ഒക്കെ കിട്ടണമെങ്കിൽ 2000 രൂപയാണ്. എങ്ങനെയാണ് മുതലാകണത്? നിങ്ങളൊന്ന് ചിന്തിച്ചേക്ക്. അമ്മിഞ്ഞപ്പാൽ കുഞ്ഞ് കുടിക്കുമ്പോൾ നിങ്ങളവർക്കും അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നത് നാച്ചുറലാണെന്ന്. ഈ സാധനം ഒന്ന് കുടിക്കാതിരുന്ന് നോക്കണം, നമ്മുടെ വസ്തു എഴുതി കൊടുക്കേണ്ടി വരും. അറ്റാമിന് പറ്റിക്ക് ഗ്രാമിന് 400 ഗ്രാമിന് 2000 രൂപ. അത് 2000 രൂപ അവിടെ നിന്നൊക്കെ കൊച്ചു കുടിക്കുക, കാശും പോകണം, കൊച്ചു കുടിക്കണില്ല, കൊച്ചു തുപ്പിക്കളയും. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ത് എന്നാലും കൊച്ചു ഓക്കാനിച്ച് തുപ്പി ഛർദ്ദിച്ച് സ്വരം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി വയലൻ്റായിട്ട് പിടിച്ച് മറിച്ച് താഴെയിടും. കൊച്ചിന് ഈ പാല് കുടിപ്പിക്കുന്നത് ഒരു ഭയങ്കര ജീവൻ മരണ പോരാട്ട വിഷയമായി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അമ്മ എന്തുമാത്രം വിഷമിക്കുന്നതെന്ന് മനസ്സിലായില്ലേ. അവസാനം ഈ അറ്റാമിൻ പറ്റിയെന്ന് പറഞ്ഞ പ്രോട്ടീൻ മരുന്ന് കണ്ടൻറ്റ് കൊച്ചിന് കൊടുക്കണത് ഈ അവർക്ക് വിറഞ്ഞിട്ട് 2 വയസ്സായപ്പം അവർ മടുത്ത് ഈ കൊച്ചിനെ കൊണ്ട് അത്രയ്ക്ക് കൊച്ചിനെ ഓടിക്കളയും. കൊച്ച് എന്തെങ്കിലും കൊടുക്കണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചിട്ട് അവസാനം ഇവർ കസേര ഇരുന്ന് അവിടെ മുട്ട് കൊണ്ട് കുഞ്ഞിൻ്റെ കഴുത്ത് ഞെക്കി പിടിക്കും. നിങ്ങളൊക്കെ കുറേ അങ്ങനെ നമ്മുടെ അമ്മമാരെ കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ വളർത്താൻ വേണ്ടി അല്ലേ. ഞെക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, വാ പൊളിക്കും.
എന്നിട്ട് കുഴൽ അണ്ണാക്കിലോട്ട് കുത്തിക്കയറ്റും. അപ്പോൾ അവൻ കാല് കൊണ്ട് കൈയും കാലും കൈ കൊണ്ട് മോന്തക്കിട്ട് അടിക്കും, കാല് കൊണ്ട് ചവിട്ടും. അവസാനം കുഞ്ഞ് പലപ്പോഴും ഇത് അവസാനം നിവൃത്തിയില്ല വരുമ്പോൾ അമ്മ കുഞ്ഞിനെ കൈവിട്ട് കളയും. അത് മൂഞ്ഞയും കുത്തിപ്പോയി നിരത്തടിച്ച് വീഴും. എന്നിട്ട് അമ്മയ്ക്ക് സങ്കടം വരും. കാര്യം അവർക്ക് വിറഞ്ഞിട്ടാണ് ഇത് കൊച്ചിന്. അപ്പം അത്രയും പങ്കപ്പാടായി. ഇതിനി ജീവിതം തീർന്നെന്നുള്ള അവസ്ഥയിലാണ്. ഇതുമായിട്ട് ഇത് ഉറങ്ങുമ്പോഴും പേടിയാണ്, എഴുന്നേൽക്കുമ്പോഴും പേടിയാണ്. ഇനി എന്തൊക്കെയാണ് ഇന്ന് നടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പേടിയാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഈ അമ്മ ഈ കുഞ്ഞിനൊന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങളൊന്ന് തഞ്ചത്തി കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ഇവർക്ക് പറയും, കാര്യം എൻ്റെ കൺസേണിനെ കുറിച്ച് പോലും അവർക്ക് കൺസേൺ ഇല്ല എന്ന്. ഞാൻ എന്ത് ഭക്ഷണം പോലും കഴിക്കാതെ കുഞ്ഞിനെ ഒരു തുള്ളി അകത്ത് കടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുഴപ്പമായിട്ട് ഡോക്ടർ കൈയൊഴിയുകയാണ് ശരിക്കുന്നത്. എൻ്റെ മക്കളെ, ഇത് ജീവിതമാണ്. എല്ലാവരെയും നമ്മളെ കൈവീഴും. അപ്പോൾ ക്രിസ്തു നിന്നെ രൂപപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങളെല്ലാവരും എന്നെ കൈവഴിയും തന്താങ്ങളുടെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞില്ല. ടെക് ദവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 16:32. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞേ, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇപ്പൊ ക്രിസ്തു എന്നുള്ള ഒരു അനുഭവ പാക്കേജിലുള്ളതാണ് നമുക്ക് കൂടെയുള്ളവരെ കൈവിട്ട് കളയണത്. നിങ്ങൾ ഓർത്തേക്കണം. പക്ഷേ ക്രിസ്തു നിങ്ങൾ രൂപപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, അതിൻ്റെ മണം വരും. എന്താണ്? കൂടെയുള്ളവർ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ആൾക്കാർ പതുക്കെ നമ്മളെ കൈവഴിയും. അപ്പം നിങ്ങൾ സന്തോഷിക്കണം. എന്താ കാര്യം? അപ്പോൾ നിങ്ങൾ ഉല്ലസിക്കുവിൻ. പ്രതിഫലം വലുതായിരിക്കും വരാൻ പോണത്. എന്നുവെച്ചാൽ അത് പ്രതിഫലം എന്താ? നമ്മുടെ പ്രതിഫലം ക്രിസ്തുവാണ്. പ്രതിഫലം ഒരു വിശ്വാസിയുടെ പ്രതിഫലം ക്രിസ്തുവാണ്. വലിയ പ്രതിഫലം എന്നാണ് ബൈബിൾ പറയണത്. നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്ന്. അപ്പോൾ ദൈവരാജ്യത്തിലെ ഒരു വ്യക്തിക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം ക്രിസ്തുവാണ്. അപ്പോൾ ഈ പ്രതിഫലം നമുക്ക് കിട്ടാൻ പോകുമ്പോഴാണ് മറ്റുള്ളവരെ തദ്ദാങ്ങളുടെ അവർക്ക് നിശ്ചയിച്ചപ്പെട്ട വഴിയിലേക്ക് അവർ പോകും. കാരണം ക്രിസ്തു ഒരു വലിയ പ്രതിഫലത്തിലേക്കുള്ളൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ആ പ്രതിഫല യാത്രയിൽ നമ്മൾക്ക് പോസിറ്റീവായിട്ടല്ല, ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവാണ്. ലോകത്തിൽ പോസിറ്റീവാണ്. പക്ഷേ ആധ്യാത്മികതയിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവങ്ങളാണ്. പറഞ്ഞില്ല, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിക്ക് പോകും. പക്ഷേ എന്നിട്ട് പറയും, ഞാൻ ഏകനല്ല, പിന്നെന്താണ്? പിതാവ്. അതാണ് ക്രിസ്തുവിന് കുരിശായി പോയത്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കുരിശ് അതാണ്, ആ ഒരു വാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് കൂടെയുണ്ടെന്ന്. അപ്പം പിതാവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് റോമാക്കാരായാലും ഏത് കുരിശുമരണക്കാരും ചമ്മട്ടിയായാലും ക്രിസ്തുവിന് ഏക്കത്തില്ലെന്ന് പിതാവിനറിയാം. അപ്പോൾ പീഡാസഹനങ്ങളിൽ വെള്ളം ചേർക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ്. പീഡാസഹനം പൂർത്തിയാകത്തില്ലെന്ന് ഉറപ്പാണ്. എന്താ കാര്യം? പിതാവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ജയിലല്ല, ആണോ? അത് പിതാവ് കേട്ട് പിതാവിനറിയാം. മാനുഷികമായിട്ട് പറഞ്ഞതാണെങ്കിലും ഇതാണ് അവൻ്റെ മൈൻഡ് സെറ്റ് എന്നറിയാം. അതെന്ത് ചെയ്ത്? പിതാവ് ടൈമായപ്പോൾ പിതാവ് മാറിക്കളഞ്ഞു. അതൊക്കെ കിടന്ന് കാറണത് കുരിശിൽ. എൻ്റെ പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ക്രിസ്തുവിൻ്റെ പൂർണ്ണത അവിടെയാണ് വരണത്. എന്നിട്ട് പറയും, ഇപ്പം എല്ലാം പൂർത്തിയായെന്ന് പറയും. ഇത് അക്കംപ്ലിഷ്ഡ് എന്ന് പറയും. എല്ലാം പൂർത്തിയായ പിതാവ് കൂടി മാറിയാൽ മാത്രമേ ക്രിസ്തു പൂർണ്ണനകത്തുള്ളൂ. ഈ പൂർണ്ണതയിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായേ? അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് നെഗറ്റീവാണ് സംഭവിക്കണമെങ്കിൽ
അത് പോസിറ്റീവായിട്ട് കരുതണം. എന്താ കാര്യം? നമ്മൾ ക്രിസ്തുവിലേക്ക് വളരുകയും ക്രിസ്തു നമ്മളെ പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യുകയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.